നിങ്ങളൊരു കേരള സർക്കാർ ഉദ്യോഗസ്ഥരാണോ അല്ലെങ്കിൽ ഒന്ന് ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ എങ്കിലൊരു നിമിഷം ഇത് കേട്ടിട്ട് മാത്രം പോകൂ. കാരണം നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരൊറ്റ ഫൈനാൻഷ്യൽ തീരുമാനം മതി നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് ഒന്നുകിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ മൊത്തത്തിൽ തകർന്നടിയും. ഇത് വെറുതെ NPS, UPS എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകളല്ല. ഇത് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഭാവിയുടെ കാര്യമാണ്. ഒന്ന് കണ്ണടച്ച് ആലോചിച്ചു നോക്കിയേ. ജീവിതകാലം മുഴുവൻ സർക്കാരിനു വേണ്ടി പണിയെടുക്കുന്നു, റിട്ടയറായി അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതിനെപ്പറ്റി സ്വപ്നം കാണുന്നു. പക്ഷേ ഒരൊറ്റ തെറ്റായ തീരുമാനം, ഒറ്റ അറിവില്ലായ്മ കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട പെൻഷൻ നേരെ പകുതിയായി കുറയുന്നു. എന്തായിരിക്കും അവസ്ഥ? ഇത്രയും കാലം അധ്വാനിച്ചതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെയാകും. ഇത് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. ഇത് കേരളത്തിലെ പല സർക്കാർ ജീവനക്കാരും ഇന്ന് നേരിടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ കൺഫ്യൂഷൻ ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് കണ്ണൂരിലുള്ള അനിലിന്റെ കഥയൊന്ന് കേട്ടുനോക്കാം. ഒരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, എന്നെയും നിങ്ങളെയുമൊക്കെ പോലെ ഒരാൾ. അനിലിന്റെ കഥ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, അയ്യോ ഇത് എന്റെ തന്നെ കഥയാണല്ലോ എന്ന്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാ നോക്കാൻ പോകണമെന്നറിയോ? ആദ്യം ഈ തെറ്റായ തീരുമാനം എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കാം എന്ന് നോക്കും. പിന്നെ NPSൽ കോടീശ്വരനാവാനുള്ള സാധ്യതയും അതിലെ റിസ്ക്കും എന്താണെന്ന് കാണും. അടുത്തത് UPSൽ ആരും പറയാത്ത ചില ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളുണ്ട്. അത് നമ്മൾ പുറത്തു കൊണ്ടുവരും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പ്ലാനാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ കണ്ടെത്തും. അവസാനം നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചും സംസാരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ സെക്ഷൻ, ഒരു തെറ്റായ തീരുമാനം. ഇവിടെയാണ് കഥ തുടങ്ങുന്നത്. NPS വേണോ അതോ UPS വേണോ? ഈ ഒരൊറ്റ ചോദ്യം മതി നിങ്ങളുടെ ബാക്കി ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ നമ്മുടെ അനിലിന്റെ മാസശമ്പളം 45,000 രൂപയാണ്. വീട്ടുവാടക, ലോൺ EMI, പിള്ളേരുടെ പഠിത്തം, അങ്ങനെ എല്ലാ ചെലവും കഴിഞ്ഞ് മാസം അവസാനം നോക്കുമ്പോൾ കയ്യിലൊന്നും കാണില്ല. ഈ അവസ്ഥ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലേ? ഇപ്പോഴത്തെ ജീവിതം തന്നെ ഒരുവിധം തട്ടിമുട്ടിയാണ് പോകുന്നത്. അപ്പോൾ അനിലിന്റെ ഏറ്റവും വലിയ പേടി റിട്ടയർമെന്റിന് ശേഷം എന്തു ചെയ്യും എന്നതാണ്. അപ്പോഴാണ് മുന്നിൽ രണ്ട് വഴികൾ വരുന്നത്, NPS പിന്നെ UPS. അടുത്തത് NPS കോടീശ്വരനാകാനുള്ള റിസ്ക്. നമുക്കാദ്യം NPSനെ പറ്റി സംസാരിക്കാം. ഇതിനൊരു പെൻഷൻ പ്ലാനായി മാത്രം കാണരുത്. ഇതൊരു വലിയ കളിയാണ്. ഹൈ റിസ്ക് ഹൈ റിവാർഡ്. നിങ്ങളെ കോടീശ്വരനാക്കാൻ സാധ്യതയുണ്ട്, അതേസമയം എല്ലാം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് NPS? സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ഡിഫൈൻഡ് കോൺട്രിബ്യൂഷൻ പ്ലാനാണ്. അതായത് നിങ്ങൾ എല്ലാ മാസവും എത്ര രൂപ ഇതിലേക്ക് ഇടുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാം. പക്ഷേ റിട്ടയർമെന്റ് സമയത്ത് എത്ര രൂപ കയ്യിൽ കിട്ടും എന്ന കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ പണം പോകുന്നത് നേരെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്താൽ നിങ്ങളുടെ ഫണ്ട് റോക്കറ്റ് പോലെ കുതിക്കും. മാർക്കറ്റ് ഇടിഞ്ഞാലോ പറയണ്ടല്ലോ. പക്ഷേ ഇവിടെയാണ് ഒരു കിടിലൻ സംഭവമുള്ളത്. നിങ്ങളുടെ ബേസിക് ശമ്പളത്തിന്റെയും DAയുടെയും 10% നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ സർക്കാർ ഒരു 14% കൂടി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും ഇട്ടുതരും. അതായത് എല്ലാ മാസവും നിങ്ങളുടെ ശമ്പളത്തിന്റെ 24% നിങ്ങളുടെ പെൻഷൻ ഫണ്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ വർഷങ്ങളോളം ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മുടെ അനിലിനെ പോലെ ഒരു 30-35 വർഷം സർവീസുള്ള ഒരാൾക്ക് മാർക്കറ്റ് ഒരു ആവറേജ് നിലയിൽ പോയാൽ പോലും റിട്ടയർമെന്റ് സമയത്ത് ഏകദേശം 3 കോടി രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്, 3 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നിമിഷം ആ 3 കോടിയുടെ സ്വപ്നത്തിൽ മുഴുകുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കണം. ഞാൻ റിട്ടയർ ആവുന്നതിന് തൊട്ടു മുൻപുള്ള വർഷം മാർക്കറ്റ് മൊത്തത്തിൽ ഇടിഞ്ഞു തകർന്നാൽ എന്ത് സംഭവിക്കും? ഇതാണ് NPSലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം. നിങ്ങളുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ മാർക്കറ്റിന്റെ കയ്യിലാണ്. എന്നാലും സർക്കാർ ജീവനക്കാർക്കൊരു ചെറിയൊരു സേഫ്റ്റി നെറ്റുണ്ട് കേട്ടോ. നിങ്ങളുടെ നിക്ഷേപത്തിന്റെ പരമാവധി 50% മാത്രമേ ഇക്വിറ്റിയിൽ, അതായത് ഹൈ റിസ്ക്കുള്ള ഓഹരികളിൽ നിക്ഷേപിക്കാൻ പറ്റൂ. ബാക്കി പണം ഗവൺമെന്റ് ബോണ്ടുകൾ പോലുള്ള കുറച്ചുകൂടി സുരക്ഷിതമായ ഇടങ്ങളിലാണ് പോകുന്നത്. അതുകൊണ്ട് റിസ്ക് കുറയും, പക്ഷേ പൂർണ്ണമായി ഇല്ലാതാവുന്നില്ല, അതോർക്കണം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. UPS, ഒളിപ്പിച്ചുവെച്ച ചതികൾ. NPSലെ റിസ്ക് കണ്ട് പേടിച്ച് പലരും ഓടിച്ചെല്ലുന്നത് UPSലേക്കാണ്. ഒറ്റനോട്ടത്തിൽ ഇത് ഭയങ്കര സേഫായിട്ട് തോന്നും. ഗ്യാരണ്ടിയുള്ള പെൻഷൻ, മാർക്കറ്റ് റിസ്കില്ല, കൊള്ളാം. എന്നാൽ ഇതിനകത്ത് ആരും പറഞ്ഞു തരാത്ത ചില കെണികളുണ്ട്. നമുക്കിന്ന് ആ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തുകൊണ്ടുവരാം. UPSന്റെ ഏറ്റവും വലിയ വാഗ്ദാനം ഇതാണ്: നിങ്ങൾ വിരമിക്കുമ്പോൾ കിട്ടുന്ന അവസാനത്തെ ബേസിക് ശമ്പളത്തിന്റെ 50% എല്ലാ മാസവും നിങ്ങൾക്ക് പെൻഷനായി കിട്ടും, ലൈഫ് ലോങ്. NPSലെ ആ ഒരു ഉറപ്പില്ലായ്മ വെച്ചു നോക്കുമ്പോൾ ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ കാത്തിരിക്കോ, കളി തുടങ്ങുന്നതേയുള്ളൂ. ഇവിടെയാണ് ആദ്യത്തെ അടി കിട്ടുന്നത്, ലെംസം ഷോക്ക്. റിട്ടയർമെന്റ് സമയത്ത് ഒറ്റത്തവണയായി കയ്യിൽ കിട്ടുന്ന തുകയുടെ കാര്യം നോക്കാം. NPSൽ നിങ്ങൾക്ക് ഏകദേശം 3 കോടിയുടെ 60% വരെ, അതായത് 1.5 കോടിക്ക് മുകളിൽ പിൻവലിക്കാം.
എന്നാൽ UPSലോ ഒരു പ്രത്യേക ഫോർമുല വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും 16 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കും. എവിടെ 1.5 കോടി, എവിടെ 16 ലക്ഷം. ഈ വ്യത്യാസം ഞെട്ടിക്കുന്നതല്ലേ? ഇനി രണ്ടാമത്തെ ഏറ്റവും ഭീകരമായ ഗണി. ഇതിനെ നമുക്ക് 10 വർഷത്തെ കെണി എന്ന് വിളിക്കാം. നിങ്ങൾ സർക്കാർ സർവീസിൽ കയറി 9 വർഷവും 11 മാസവും ജോലി ചെയ്തു. എന്നിട്ട് ജോലി രാജിവെക്കുകയാണെന്ന് വെക്കുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? 0. അതെ, 1 രൂപ പോലും നിങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യമായി കിട്ടില്ല. നിങ്ങളിട്ട പൈസ, സർക്കാരിട്ട പൈസ എല്ലാം പോയി കിട്ടും. 10 വർഷം തികയ്ക്കാതെ ഇറങ്ങിയാൽ എല്ലാം നഷ്ടം. ഇനി മൂന്നാമത്തെ രഹസ്യം. നിങ്ങളുടെ പൈസ ശരിക്കും എങ്ങോട്ടാ പോകുന്നത്? UPSൽ സർക്കാർ 18.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കൊള്ളാലോന്ന്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. നിങ്ങളുടെ 10%, സർക്കാരിൻ്റെ 18.5%ത്തിൽ നിന്ന് ഒരു 10% മാത്രമാണ് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരുന്നത്. ബാക്കിയുള്ള 8.5% പോകുന്നത് ഒരു കോമൺ പൂൾ ഫണ്ടിലേക്കാണ്. ആ ഫണ്ടിന് മുകളിൽ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല. അതായത് നിങ്ങളുടെ പേരിൽ വളരുന്ന പണം യഥാർത്ഥത്തിൽ നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ കുറവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും വിഷമമുള്ളൊരു സത്യമാണ്: കുടുംബത്തിന്റെ സുരക്ഷ. നിങ്ങളുടെ കാലശേഷം എന്ത് സംഭവിക്കും? NPSൽ നിങ്ങളുടെ പങ്കാളിക്ക് പെൻഷൻ കിട്ടും. അവരുടെ കാലശേഷം ആ അക്കൗണ്ടിൽ ബാക്കിയുള്ള കോടിക്കണക്കിന് രൂപ മുഴുവനായും നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. നിങ്ങളുടെ സമ്പാദ്യം അടുത്ത തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറും. എന്നാൽ UPSലോ നിങ്ങളുടെ പങ്കാളിക്കും പെൻഷൻ കിട്ടും. പക്ഷേ അവരുടെ കാലശേഷം ആ പെൻഷൻ അതോടെ തീർന്നു. നിങ്ങളുടെ മക്കൾക്ക് 1 രൂപ പോലും കിട്ടില്ല. ആ പണം എങ്ങോട്ട് പോകുന്നുവെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആർക്കാണ് ഏത് പ്ലാൻ വേണ്ടത്? ഇപ്പോൾ നമ്മൾ NPSന്റെ കിടിലൻ സാധ്യതകളും കണ്ടു, UPSലെ ചതിക്കുഴികളും കണ്ടു. ഇനി ഈ അറിവൊക്കെ വെച്ച് എങ്ങനെ ഒരു നല്ല തീരുമാനമെടുക്കാമെന്ന് നോക്കാം, അല്ലേ? ഈ ടേബിളൊന്ന് നോക്കിക്കേ. ഇത് കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ ക്ലിയറാക്കും. പെൻഷന്റെ കാര്യം നോക്കിയാൽ UPS ഗ്യാരണ്ടി തരുന്നു, NPSൽ ഗ്യാരണ്ടിയില്ല. പക്ഷേ ഒറ്റത്തവണ കിട്ടുന്ന തുകയുടെ കാര്യത്തിൽ NPS ആണ് രാജാവ്. വേറൊരു ജോലിക്ക് പോയാൽ NPS കൂടെ കൊണ്ടുപോകാം. UPS ആണെങ്കിൽ അവിടെ തീർന്നു. പിന്നെ ഏറ്റവും പ്രധാനം കുടുംബത്തിന്റെ കാര്യം. NPS നിങ്ങളുടെ മക്കൾക്ക് ഒരു വലിയ സമ്പാദ്യം നൽകും. UPS ഒന്നും നൽകുന്നില്ല. റിസ്ക് NPSൽ കൂടുതലാണ്, പക്ഷെ കിട്ടിയാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. അപ്പോൾ ആർക്കാണ് NPS തിരഞ്ഞെടുക്കേണ്ടത്? നിങ്ങൾക്ക് മാർക്കറ്റിലെ ചെറിയ റിസ്ക്കൊക്കെ എടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, റിട്ടയർമെന്റ് സമയത്ത് കയ്യിൽ കോടികൾ വേണമെന്നുണ്ടെങ്കിൽ, ഭാവിയിൽ സർക്കാർ ജോലി വിട്ടൊരു പ്രൈവറ്റ് കമ്പനിയിലോ സ്വന്തമായി ബിസിനസ്സിലോ ഒക്കെ പോകാൻ പ്ലാനുണ്ടെങ്കിൽ, പിന്നെ ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കാലശേഷവും നിങ്ങളുടെ മക്കൾക്കൊരു സാമ്പത്തിക സുരക്ഷ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് NPS ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കാണ് UPS നല്ലത്? നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ കേൾക്കുമ്പോഴേ പേടിയാണെങ്കിൽ, 0 റിസ്ക് മതിയെങ്കിൽ, ജീവിതകാലം മുഴുവൻ ഈ സർക്കാർ ജോലി തന്നെ തുടരുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ, കയ്യിൽ കോടികൾ കിട്ടുന്നതിനേക്കാൾ എല്ലാ മാസവും ഒരു ഉറപ്പുള്ള വരുമാനം കിട്ടുന്നതിനാണ് നിങ്ങൾ വില കൊടുക്കുന്നതെങ്കിൽ, നിങ്ങളുടെ പ്രധാന ലക്ഷ്യം പങ്കാളിക്ക് പെൻഷൻ കൊടുക്കുക എന്നതാണെങ്കിൽ, മക്കളുടെ കാര്യം അത്ര പ്രശ്നമല്ലെങ്കിൽ, നിങ്ങൾക്ക് UPS തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. നിങ്ങളുടെ തീരുമാനം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട്. NPSലെ വലിയ സ്വപ്നങ്ങളും UPSലെ സുരക്ഷിതത്വവും, അതിലെ കെണികളും. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കുക: ഫൈനാൻസിന്റെ കാര്യത്തിൽ ശരി തെറ്റ് എന്നൊന്നുമില്ല. നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ധൈര്യം, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ചേരുന്നത് അതാണ് ശരി. ഒരാൾക്ക് ശരിയായത് മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ഗ്യാരണ്ടിയുള്ള സുരക്ഷയോ അതോ റിസ്ക് എടുത്ത് കിട്ടുന്ന വലിയ സമ്പാദ്യമോ? നിങ്ങളുടെ തീരുമാനം എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരൊറ്റ അറിവ് മതി ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ. ഇതുപോലുള്ള പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.